ഹായ് ഹലോ ഇറ്റ്സ് മീ ദസ്നി. അപ്പം നമ്മളെന്താ പറയുക, ഫസ്റ്റ് ടൈമായിട്ടുള്ള ഫസ്റ്റ് വ്ളോഗാട്ടത്. അപ്പോൾ എങ്ങനെ എന്താവുന്നൊന്നും അറിയില്ല. അപ്പോൾ എന്താ പറയുക, ഞാൻ തന്നെ കേട്ടോ ഷൂട്ട് ചെയ്യണതും ഞാൻ തന്നെയാണ്, എന്താ പറയുക ഉണ്ടാക്കുന്നതൊക്കെ ഞാൻ തന്നെ കേട്ടോ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള മിസ്റ്റേക്കുകൾ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഫസ്റ്റായിട്ട് ഉണ്ടാക്കാൻ പോണേ അതായത് ഫസ്റ്റായിട്ട് നമ്മളെ വ്ളോഗ് വരുന്നത് ചിക്കൻ മന്തി കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ എടുത്തിട്ടുള്ള ബസ്മതി റൈസാണ്. അപ്പം അരി വേവിക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം നമുക്ക് തിളപ്പിക്കാൻ വെക്കാം. അപ്പോൾ ആവശ്യാനുസരണം നമുക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇതിൽ കുരുമുളക്, മല്ലിച്ചപ്പില, പുതിനയില, വേപ്പില, പിന്നെ പച്ചമുളക്, പിന്നെ ഈ സംഭവങ്ങളാണ് ചേർക്കാൻ പോണേ. ഇത് ഗരം മസാല ഐറ്റംസ് ആണ് കേട്ടോ. മസാല പൊടിച്ചതും ഉണ്ട്, പൊടിക്കാത്ത ഗരം മസാലകളും ഉണ്ട്, പിന്നെ വലിയ ജീരകവും ഉണ്ട് കേട്ടോ. അപ്പം എന്താ പറയുക, ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇതിക്ക് കുറച്ച് ക്യാരറ്റ് അങ്ങനത്തെ ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനത് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എന്താ പറയുക, സൺഫ്ലവർ ഓയിൽ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി എടുക്കണം. പിന്നെ വെള്ളം തിളച്ചിട്ട് കേട്ടോ അരിയിടുക. അപ്പോൾ എന്താ പറയുക, ഇത്രയും സാധനങ്ങളാട്ടോ ഞാൻ ഇപ്പോൾ ഇതിക്ക് ഇട്ടിട്ടുള്ളത്. പച്ചമുളക് ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് 2 3 ഒക്കെ ക്വാണ്ടിറ്റിയിൽ ആവശ്യത്തിനനുസരിച്ച് ക്വാണ്ടിറ്റി എടുക്കാം. അപ്പം ഞാൻ 1 കിലോ അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പം അതിനനുസരിച്ച് എൻ്റെ ഒരു അളവിനനുസരിച്ചാണ് ഞാൻ എല്ലാതും ആഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതങ്ങനെയാണ്, കുറച്ച് ലൈറ്റ് കുറവാട്ടോ, അതുകൊണ്ടാണ് ഇങ്ങനെ. അപ്പം എന്താ പറയുക, നമ്മൾ ചാനൽ മാക്സിമം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ലൈക്കാക്കി എന്തായാലും സപ്പോർട്ട് ചെയ്യണം. കാരണം ചെറിയ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ട്, അതൊക്കെ എന്താ പറയുക അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് അത്രേ ഉള്ളൂ. ഇപ്പോൾ ഇത് ഇളക്കി നല്ല സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ഒരു ഉണക്ക നാരങ്ങ ഉണ്ട് കേട്ടോ അതിൽ. ബാക്കിയുള്ള സാധനങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അത് മന്തിയിലേക്കുള്ള മസാല കേട്ടോ. അതിൽ വരുന്നത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, പിന്നെ മല്ലിപ്പൊടി, ചിക്കൻ മസാല, 2 വിധം മന്തി മസാല ഉണ്ടായിരുന്നു കേട്ടോ അതും. പിന്നെ ഇത് നമ്മൾ അരക്കാനുള്ള സംഭവങ്ങളാണ് കേട്ടോ. പിന്നെ ടൊമാറ്റോ കെച്ചപ്പും ഉണ്ട്. അപ്പോൾ അരി 1 മണിക്കൂർ ഏകദേശം കുതിർത്ത് വെച്ച് കഴുകി വെച്ച അരിയും പിന്നെ അതിക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള ചിക്കനും ആട്ടോ ഉള്ളത്. അപ്പോൾ ജസ്റ്റ് നമുക്ക് ചിക്കനൊന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് തന്നെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് തന്നെ കേട്ടോ. സൺഫ്ലവർ ഓയിൽ തന്നെയാണ് നമ്മൾ ചിക്കന് സെറ്റാക്കി എടുക്കണേ. ഒരു സൈഡ് വെള്ള ഭാഗം വരുമ്പോൾ തിരിച്ചിട്ട് അങ്ങനെ 2 സൈഡ് വേവിച്ചെടുത്താൽ മതി കേട്ടോ. ഇത് ഞാൻ തന്നെയാണ് എന്താ പറയുക, ഈ ക്യാമറ പിടിക്കണ ചിക്കൻ ഇതാക്കണതും അതിൻ്റേതായിട്ടുള്ള മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ അരി ഇളക്കി കൊടുക്കണുണ്ടായിരുന്നു, അത് ഇതിൽ കാണുന്നില്ല എന്നുള്ളൂ കേട്ടോ. അപ്പം ഞാനൊരു സൈഡിലേക്ക് വെച്ചിട്ട് 2 ഭാഗം കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ, ഓരോന്നായിട്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ അരി എന്താ പറയുക ഈസി കുക്കിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് സിമ്മിലിടും. സിമ്മിലല്ല, അതിൻ്റെ സ്പീഡ് കുറക്കും കൂട്ടുമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം എന്താ പറയുക, ഇത് സെറ്റായി വരുന്നുണ്ട് കേട്ടോ ചിക്കന്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, അരി ഇവിടെ അങ്ങനെ വെള്ളം തിളക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇതങ്ങനെ ഉണ്ട് കേട്ടോ ഏകദേശം. അപ്പോൾ നമുക്ക് ഇനി ഇതൊക്കെ അരി ഇടണം. അരി ഇട്ടിട്ടുണ്ടായിരുന്നില്ല, ഇടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുള്ളൂ കേട്ടോ. തിളക്കുന്നുണ്ടായിരുന്നില്ല അപ്പം റെഡിക്ക്. അപ്പോൾ നമ്മൾ ചിക്കൻക്ക് ഒരു 2-3 മാഗി ക്യൂബ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പുറത്തുനിന്ന് ചെറിയ ചെറിയ സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ചിലപ്പം, എന്താ പറയുക. അപ്പോൾ അരി ഏകദേശം സെറ്റായിട്ടുണ്ട് കേട്ടോ. ചിക്കനും ആയിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഇനി നമുക്ക് എന്താ പറയുക, ഇതൊക്കെ കുറച്ച് മസാലകൾ ആഡ് ചെയ്യാം കേട്ടോ. ഞാൻ കുറച്ച് സ്പൈസി ആയിട്ടാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകണം, അതുകൊണ്ട് തന്നെ അത്യാവശ്യം മസാലകളൊക്കെ ചേർക്കുന്നുണ്ട്. അതായത് കുരുമുളക്, പച്ചമുളക് ഒക്കെ സ്പൈസി ആയിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം നേരത്തെ വെച്ച മിക്സ്ഡ് മസാല ഇതൊക്കെ കൊടുക്കാം കേട്ടോ, ഇട്ട് കൊടുക്കാം. അതുപോലെ ഇതിലും ഞാൻ കുറച്ച് വലിയ ജീരകം ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. എല്ലായിടത്തും എത്തുന്ന രീതിയിലൊന്ന് ഇളക്കിയെടുക്കാം. ഇനി അതുപോലെ തന്നെ എന്തൊക്കെ ഞാൻ ചതച്ച് വെച്ചത് ആഡ് ചെയ്ത് കൊടുക്കും കേട്ടോ. അതിലെന്തൊക്കെയാണെന്ന് വെച്ചാൽ എന്താ പറയുക, അതിൻ്റെ ഇടയിൽ ടൊമാറ്റോ കെച്ചപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെന്താ, ഇത് ഓപ്ഷനലാട്ടോ. നമുക്ക് തക്കാളി വേണമെങ്കിൽ തക്കാളി കൊടുത്താൽ മതി, 2 സെയിം തന്നെയാണ്. ഇതിനിപ്പോൾ ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഇതിൻ്റെ രുചി ഇഷ്ടമുള്ളവരതാക്കാം. അപ്പോൾ നമ്മൾ ഇതിൽ ആഡ് ചെയ്തിട്ട് മസാലയിൽ ആഡ് ചെയ്തിട്ടുള്ള എന്താ വെച്ചാൽ മല്ലിച്ചപ്പും പുതിനയിലയും വേപ്പിലയും കുരുമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും ഈ സംഭവങ്ങളാട്ടോ. അപ്പോൾ റൈസ് ഇതിങ്ങനെ വെട്ടി തിളച്ച് അരി സെറ്റായി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതും അരി ഇളക്കി കൊടുക്കുന്നുണ്ട്.
അരി ശ്രദ്ധിക്കണം, വേറാൻ പറ്റൂല. അപ്പം എന്താ പറയുക, ഇതും ശ്രദ്ധിക്കണുണ്ട്. അപ്പം അരിയിൽ നിന്ന് ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ട് പിന്നെ ലെമണൊക്കെ എടുത്തിട്ട് നേരെ ഇതൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചെറിയൊരു ബട്ടറിൻ്റെ പൊട്ടും ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ പറയാൻ വിട്ടുപോയി, ചെറിയതായിട്ട് ആ ചതവിട്ടേക്ക് നാരങ്ങ നീര് ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതേപോലെ ഉപ്പ് നമുക്ക് ഓപ്ഷണലാണ്, അതായത് നമ്മൾ ചോറിലും ഉപ്പുണ്ടാവും, പിന്നെ അതേപോലെ മാഗി ക്യൂബിലും ഉപ്പുണ്ടാവും. പിന്നെ നമുക്ക് ഉപ്പൊക്കെ രുചി നോക്കിയിട്ട് ആവശ്യാനുസരണം ഉപ്പിട്ടാൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കൻ മസാല ഇതാണ്. അപ്പോൾ നമ്മളിതാ ഒക്കെ സെറ്റായിട്ടുണ്ട്, നമ്മൾ ദമ്മിടാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ആവശ്യാനുസരണം എല്ലാ വെജിറ്റബിൾ ഇടാം കേട്ടോ. ഞാനിവിടെ ക്യാപ്സിക്കനും പിന്നെ ക്യാരറ്റും തക്കാളി വെച്ചിട്ടുള്ളത്. പിന്നെ ചിരട്ട കത്തിച്ച് നമ്മൾ സ്മോക്ക് സെറ്റാക്കാം കേട്ടോ. അപ്പം പെട്ടെന്ന് ഞാനിതിൻ്റെ മേലെ വെക്കാൻ ഈ സംഭവങ്ങളൊന്നും കാണാണ്ടിരുന്നില്ല കേട്ടോ. ഒരു വെയിറ്റ് വെക്കണമല്ലോ, അപ്പോൾ പെട്ടെന്ന് വെയിറ്റൊന്നും കിട്ടാത്തതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്ത്, നമ്മളെ ചോറ് വെച്ച് കൊടുക്കുക അങ്ങനെയായിട്ട് കയറ്റി വെക്കുക കേട്ടോ ചെയ്തത്. അപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ബ്രദറിൻ്റെ അടുത്താട്ടോ ഫോൺ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ വീഡിയോ എടുത്തതിനോട് ഞാൻ പെട്ടെന്ന് ഇത് സെറ്റാക്കി. അപ്പോൾ ഇതാ നമ്മൾ ഫൈനലി നമ്മളെ മന്തി ഇങ്ങനെ കേട്ടോ ഉള്ളത്. നമ്മൾ അതിലിട്ട് ഇളക്കാൻ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ചമ്പട്ടിക്ക് ഇട്ടേക്കാം കേട്ടോ. അത്യാവശ്യം വലിയ ചമ്പട്ടിയാണ്. അപ്പോൾ ഇതാ ഇങ്ങനെയാണ് വരുന്നത്. നല്ല മസാല ഉണ്ട് കേട്ടോ, നല്ല സ്പേസ്, എന്താ പറയുക, അടിപൊളി ടേസ്റ്റാണ്. മസ്റ്റായിട്ട് എല്ലാവരും ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റം കേട്ടോ. നമുക്ക് പെട്ടെന്ന് നമ്മൾ നോമ്പിന് എന്തായാലും എല്ലാ സാധനങ്ങളും നമ്മൾ വീട്ടിലുണ്ടാവും, നമുക്ക് ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ ഇത്. അപ്പോൾ എന്താ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ മന്തിയിൽ. അപ്പോൾ നമ്മൾ ഈ കടയിൽ പോയി കഴിക്കണക്കാട്ടും ബെറ്ററായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഇതുപോലെ തയ്യാറാക്കി എടുക്കാവുന്ന ഐറ്റം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. അതേപോലെ മാക്സിമം സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം വീഡിയോസ് കാണണം. ഫസ്റ്റ് വീഡിയോ ആണ്, എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം. എന്താ പറയുക, അപ്പം ഇതാട്ടോ അടിപൊളി നമ്മളെ മന്തി സെറ്റായി വന്നിട്ടുണ്ട്. പിന്നെ ഒക്കെ കറക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ലാസ്റ്റ്